ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു അടിപൊളി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റുകളിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് എടുക്കാം. മുരിങ്ങയിലൊക്കെ നന്നായി ഊരിയെടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മത്തിയുടെ മുട്ടയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയിലോ അമ്മിയിലോ അരച്ചെടുത്ത് മീനിൻ്റെ മുട്ടയൊക്കെ നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. സമയം കൊണ്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ മുരിങ്ങയില വേവിച്ചെടുക്കാം. സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. തോരൻ വെക്കുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുരിങ്ങയില നന്നായി വേവിച്ചെടുക്കാം. ഇതിലോട്ട് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഈ ടൈമിൽ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പം നമ്മുടെ മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മീൻ മുട്ട എണ്ണയിലിട്ടാൽ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മത്തിക്കൊക്കെ നല്ല റേറ്റ് ആണല്ലോ, കുറച്ച് എനിക്ക് മീൻമുട്ട കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. തേങ്ങ കൂടി ചേർക്കാൻ മറക്കരുതേ. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്ത മീൻമുട്ടയും നമ്മുടെ മുരിങ്ങയില തോരനും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മീനിൻ്റെ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ നന്നായി മൊരിച്ചെടുക്കരുത്. ഒരു 3/4 വേവാകുമ്പോൾ നിങ്ങൾക്ക് അതിന്ന് കോരിയെടുക്കാം. കാരണം നന്നായി മൊരിച്ചെടുത്താൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നതല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് മീൻമുട്ട ഇറക്കി വെച്ച ശേഷം മുരിങ്ങയില തോരനുമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ അവസാനം ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ തൂവി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കണേ. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് അത്രയും വാല്യുബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്